ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരക പ്രതിമ സ്ഥാപിക്കുന്നതിനെ തടയാനുള്ള സർക്കാർ നീക്കം സാമൂഹിക മുന്നേറ്റ മുന്നണി ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ അടിമത്തത്തിനെതിരെ ആദ്യം ശബ്ദിക്കുകയും സാമൂഹ്യ സ്വാതന്ത്ര്യത്തിനായി മുന്നിൽ നിന്ന് പോരാടുകയും ചെയ്ത മഹാനായ നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ പേരിനോടും പൈതൃകത്തോടും പിണറായി സർക്കാർ തുടരുന്ന അവഗണനയ്ക്കെതിരെ സാമൂഹിക മുന്നേറ്റ മുന്നണി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. വേലായുധ പണിക്കരുടെ ചരിത്ര പ്രാധാന്യം അംഗീകരിച്ച് അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ച് സ്മാരകം ഒരുക്കണമെന്ന് സാമൂഹിക മുന്നേറ്റ മുന്നണി വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സർക്കാർ ഇതുവരെ യാതൊരു ആത്മാർത്ഥ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആറാട്ടുപുഴ വേലായുധ പണിക്കർ സാമൂഹിക മുന്നേറ്റ മുന്നണിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമൂഹിക മുന്നേറ്റ സംഘത്തിന്റെ സ്ഥാപകനായ സഹോദരൻ അയ്യപ്പന്റെ ചാലശക്തിയായിരുന്നു. കാര്യം ശ്രീനാരായണ ഗുരുവിന്റെ ഉത്തമശിഷ്യനായ അയ്യപ്പൻ, ഗുരുവിന്റെ ദർശനങ്ങളും അയ്യപ്പന്റെ ദർശനങ്ങളും കാഴ്ചപ്പാടും ആശയപരമായി വിഭിന്നമാണെങ്കിലും ലക്ഷ്യമൊന്നു തന്നെയായിരുന്നു. ഒരിക്കൽ ഗുരുവിനെ കാണാൻ സഹോദരൻ അയ്യപ്പൻ ആലുവയിൽ ചെന്നപ്പോൾ ഒറ്റ വാക്ക് മാത്രമാണ് പറഞ്ഞത്: അയ്യപ്പ, പ്രവൃത്തി കൊണ്ട് പരിവർത്തനം ഉണ്ടാവുള്ളൂ, പ്രവർത്തിക്കുക, പ്രവൃത്തിയിൽ കൂടെ പരിവർത്തനം ഉണ്ടാക്കുക. ഈ ഒരു വാക്ക് സഹോദരൻ അയ്യപ്പൻ ചെന്നെത്തിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കലായിരുന്നു. ശ്രീനാരായണ ഗുരുവിന് 30 വർഷത്തിന് മുമ്പ് ആറാട്ടുപുഴ എന്ന സ്ഥലത്ത് സ്വന്തമായി ക്ഷേത്രം പ്രതിഷ്ഠിച്ച് അവിടെ ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുകയും പല പല കാര്യങ്ങൾ സ്ത്രീ സംവരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയ ഒരു നവോത്ഥാന നേതാവ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. എന്ന് വെച്ചാൽ രാജാറാം മോഹൻ റായിയുടെ പേരിന് തൊട്ട് താഴെ വരാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള നേതാവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഒരു കാലത്ത് നമ്മളുടെ നാട്ടിൽ സ്ത്രീകൾക്ക് ഇന്ന് അനുഭവിക്കുന്ന ഈ പറയുന്ന സ്ത്രീ ഒരു ഉപഭോഗ വസ്തു എന്നുള്ള രീതിയിൽ കൂടുതൽ ആ പണ്ടത്തെ കാലത്ത് ഒരു കാഴ്ചപ്പാടില്ലായിരുന്നു. അതിൽ നിന്നും മാറി സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയും അവർ ഉന്നമനത്തിന് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരള നവോത്ഥാനം തുടങ്ങുന്നത്, കേരള നവോത്ഥാനത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞങ്ങൾ എന്തിനാണ് ഇത്രയും ഒരു ചെറിയൊരു വിവരണം തന്നത് വെച്ചാൽ, കേരള നവോത്ഥാന ശില്പിയെ പുറകിൽ നിന്നും നവോത്ഥാന സമിതി രൂപീകരിച്ചുകൊണ്ട് നവോത്ഥാനത്തിന് വേണ്ടി വാവിട്ട് സംസാരിക്കുന്ന സർക്കാർ കാണിച്ചിരിക്കുന്ന പൊള്ളയായ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കൂടി ഇത് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നവോത്ഥാനം തുടങ്ങുന്നത് ശില്പി ആദ്യത്തെ കല്ല് പാകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ പേരോ മറ്റുള്ള കാര്യങ്ങളോ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായ എൻ്റെ പേപ്പറുകൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, കാര്യത്തിലോട്ട് കിടക്കാം. സാമൂഹിക മുന്നേറ്റ മുന്നണിയുടെ ഒരു അജണ്ടയാണ് തമസ്കരിക്കപ്പെട്ട നവോത്ഥാന നായകരെ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. അന്നത്തെ MP ആയിരുന്ന, ആലപ്പുഴ MP ആയിരുന്ന ശ്രീ ആരിഫ്, രമേശ് ചെന്നിത്തല, ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല, ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജീവൻ, കരുനാഗപ്പള്ളി MLA CR മഹേഷ് എന്നിവരുടെ ശുപാർശക്കത്തോടുകൂടി ഒരു ഗ്രാമത്തിൻ്റെ ജനങ്ങളുടെ മൊത്തം ഒപ്പ്, നിസ്സാര കാര്യമല്ല, ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ മൊത്തം ഒപ്പോടുകൂടി ഞങ്ങൾ സാമൂഹിക മുന്നേറ്റ മുന്നണി പിണറായി സർക്കാരിന് ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി. വളരെ 5 കാര്യങ്ങൾ മാത്രമാണ് അതിൽ പറഞ്ഞത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ തറവാട് ശുഷ്കിച്ച് നശിച്ച് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്, ആ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നുള്ളത്. 2, കഥകളി കളരി, അതേപോലെ ആയോധനയ്ക്കുള്ള കളരി, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തൊരു സ്കൂളുണ്ട്, അദ്ദേഹം സ്ഥാപിച്ച സ്കൂളാണ്, അന്ന് കളരിയാണത്. ആ സ്കൂളിന് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പേര് നൽകണമെന്നുള്ളത്. പാഠ്യഭാഗങ്ങൾക്കകത്ത് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുക എന്നുള്ളത് 3ാമത്തെ കാര്യം. 4, ആറാട്ടുപുഴ വലിയഴിക്കൽ പാലം, ആ പാലത്തിന് അദ്ദേഹത്തിന് പേര് നൽകുക എന്നുള്ളത്. 5, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ഒരു പ്രതിമയും പഠന ഗവേഷണ കേന്ദ്രവും തുടങ്ങുക എന്നുള്ളത്. സർക്കാർ നവോത്ഥാന സർക്കാരാണല്ലോ, നവോത്ഥാനത്തിന് വേണ്ടി സംസാരിക്കുന്ന സർക്കാരാണല്ലോ. ഇതെല്ലാം വളരെ 2 കൈ നീട്ടി സ്വീകരിച്ചു. എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു, എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല. വ്യക്തമായ കാര്യങ്ങൾ ഞങ്ങൾ അടുത്ത ബഡ്ജറ്റിൽ, ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കും. ഇതുവരെയും അതിനെക്കുറിച്ച് യാതൊരുവിധമായ കാര്യങ്ങൾ നടന്നു. ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയും മുഖ്യമന്ത്രി വിവിധ വകുപ്പുകൾ കൈവരിച്ചു കൊടുക്കുകയും ആ വകുപ്പുകൾ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്. സ്കൂളിന് പേര് കൊടുക്കാൻ വേണ്ടി കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അത് പോവുകയും ഒരു ഇഞ്ച് അതിനെക്കുറിച്ച് മുൻപോട്ട് മാറിയിട്ടില്ല. ആറാട്ടുപുഴ വേലായുധ പണിക്കർക്കിടെ ഒരു പ്രതിമയ്ക്ക് വേണ്ടിയിട്ട് അനുയോജ്യമായ മുഖ്യമന്ത്രി സാംസ്കാരിക വകുപ്പിന് കത്ത് കൊടുക്കുകയും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി തരികയും തരണമെന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹിക മുന്നേറ്റ മുന്നണി ചെയർമാൻ എന്നുള്ള എനിക്ക് KP അനിൽദേവ എനിക്കൊരു ലെറ്റർ തരികയും ഒപ്പം അതിൻ്റെ നിങ്ങളുടെ നിവേദനം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സാമൂഹിക മുന്നേറ്റ മുന്നണി ചെയർമാനോട് സ്ഥലം കണ്ടെത്തി തരുവാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് CR മഹേഷ്, കരുനാഗപ്പള്ളി MLA CR മഹേഷിനും ഒരു കത്ത് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ അയച്ചു കൊടുക്കുകയുണ്ടായിരുന്നു. ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അർഹമായ സ്ഥലത്ത് സാമൂഹിക മുന്നേറ്റ മുന്നണി മ്യൂസിയം ജംഗ്ഷനിൽ ആ ഏരിയയിൽ പ്രതിമയ്ക്ക് വെക്കാൻ പറ്റി മാത്രം കണ്ടെത്തിയ സ്ഥലത്ത് ഞങ്ങൾ സ്ഥലം കണ്ടെത്തുകയും സർക്കാർ ഭൂമി കണ്ടെത്തുകയും ആ ഭൂമി നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും അത്
പ്രകാരമുള്ള എല്ലാ കാര്യത്തോടുകൂടി MLA-യുടെ കത്തോടുകൂടി ഞങ്ങൾ സാംസ്കാരിക വകുപ്പിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ കണ്ടത് ഒരു പ്രതിമ വെക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, ഒരു പ്രതിമയ്ക്ക് വേണ്ടിയിട്ടാണ്. കാര്യം അതൊരു മ്യൂസിയം ജംഗ്ഷൻ്റെ അകത്ത് ആൾക്കാർ വന്ന് പോകുന്ന സ്ഥലങ്ങളാണ്, കാണണം, മനസ്സിലാക്കണം. ആ കത്ത് കറക്റ്റായിട്ട് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ റവന്യൂവിന് അയച്ചു കൊടുക്കുകയും റവന്യൂ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് താഴേന്ന് മേളിൽ താഴെ വരികയും വില്ലേജ് ഓഫീസർ അതൊക്കെ സ്ഥലം കണ്ടെത്തി സ്കെച്ച് തയ്യാറാക്കി എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് വീണ്ടും മേലോട്ട് ചെന്നപ്പോഴത്തേക്കാണ് അവിടെ നിന്നാണ് ചതിയുടെ ആദ്യത്തെ സ്റ്റെപ്പുകൾ തുടങ്ങുന്നത്. ഞങ്ങൾ ഈ ചതി എന്ന് പറയുന്നത് നമുക്ക് ബോധ്യപ്പെടണമല്ലോ. ഇത് തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തിരിച്ച് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തോട്ട് മേലോട്ട് ചട്ടപ്പടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് വീണ്ടും മേലോട്ട് പോയ സമയത്ത് മേലിൽ കളക്ടറുടെ സൈഡ് അവിടെ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ സൈഡിൽ നിന്ന് ഒരു ഫയൽ തിരിച്ചു വന്നു. ഭാവിയിൽ ഈ സ്ഥലം എന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഒരു വില്ലേജ് ഓഫീസറെ സംബന്ധിച്ചോളം ഈ ചോദ്യം സർക്കാരിൻ്റെ സ്ഥലം ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹം കണിയാനോ അല്ലെങ്കിൽ പ്രശ്നം വെക്കുന്ന ആളൊന്നുമല്ല. ഭാവിയിൽ അദ്ദേഹം വളരെ ഇത് ബിൽഡിംഗ് ഒന്നും വെക്കാൻ പറ്റത്തില്ല, പ്രതിമകൾക്ക് അനുയോജ്യമായ സ്ഥലമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സ്ഥലത്തിൻ്റെ അവിടെ ബിൽഡിങ്ങോ കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം അങ്ങനെ തന്നെ റിപ്പോർട്ട് എഴുതി. ആ റിപ്പോർട്ടും ഈ ഞാൻ തന്ന ഇതിനകത്ത് നിങ്ങളുടെ ഇരിപ്പുണ്ട്. അതിനുശേഷം അവിടാണ് അടുത്ത ഒരു ആർജവുമില്ലാത്ത റവന്യൂ വകുപ്പിൻ്റെ അനാസയാണ് അവിടെ തുടങ്ങാൻ പോകുന്നത്. അവർ ഇപ്പോൾ എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും സംസാരിക്കുമല്ലോ, ഞങ്ങൾക്ക് ബിൽഡിംഗ് വേണം എന്നൊക്കെ പറഞ്ഞ് കത്ത് കൊടുക്കുമല്ലോ. ആ കത്ത് പോലെ ഇതിന് മുമ്പ് എന്തോ കൊടുത്തിരിക്കുന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു ഭൂമി വേണം, ഞങ്ങൾക്ക് ഇവിടെ താമസ സൗകര്യം, അക്കോമഡേഷൻ, ഓഫീസിനും പറ്റിയ സ്ഥലം വേണം. അപ്പോൾ ഇവർക്കറിയാം ഈ ഒരു സ്ഥലത്തൊന്നും പറ്റത്തില്ലെന്ന്. എങ്കിൽ തന്നെയും ഇതിന് നൽകരുത് എന്നുള്ള ഉദ്ദേശത്തോടെ അവർക്ക് അങ്ങോട്ട് കത്തയച്ച് ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ രേഖകളാണ്, ഞാൻ വാക്കുകളല്ല സംസാരിക്കുന്നത്, ഇതിൻ്റെ രേഖകളാണ്. റവന്യൂ വകുപ്പ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന് കത്ത് കൊടുക്കുകയും ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾ അന്വേഷിച്ചിട്ട് അതിന് മറുപടി തരാൻ വേണ്ടി പറഞ്ഞു. റവന്യൂ വന്ന് കിട്ടിയിരുന്ന കാര്യങ്ങളല്ലേ, അവർ തിരിച്ച് അന്വേഷിച്ച് കൊടുത്തിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ സ്ഥലം ഞങ്ങൾക്ക് പറ്റില്ല. അവിടെ നിന്നാണ് അടുത്ത സ്റ്റെപ്പ് കൊടുക്കുന്നത്. അടുത്ത സ്റ്റെപ്പിലോട്ട് പോയപ്പോഴത്തേക്ക് ഒരു കോൺഫ്ലിക്റ്റ് അവിടെ കൊണ്ടുവരികയും ഒരു സർക്കാർ ഏജൻസി ഈ സ്ഥലത്തിന് അവകാശവാദം ഉന്നയിച്ചതിനാൽ ഇത് നൽകുവാൻ സാധ്യമല്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ട് ആറാട്ടുപുഴ വേലായുധ പണിക്കരോടുള്ള തമസ്കരണം നടന്നിരിക്കുന്നത് അന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ സവർണ മേധാവികളുടെ തിട്ടൂരത്തിനെ ചോദ്യം ചെയ്തിരിക്കുന്നതുകൊണ്ടായിരുന്നു. ചരിത്രത്തിൽ 152 വർഷം ഒന്നുമല്ല അന്ന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ തിരിശേഷിപ്പുകളും നശിപ്പിച്ചു കളഞ്ഞത്. ഇന്നോ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്തിനാണ് രക്തസാക്ഷിയായിരിക്കുന്നത്? സാമൂഹിക നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം രക്തസാക്ഷിയായത്. ആ സാമൂഹിക നീതി നടപ്പിലാക്കുമെന്ന് പറയുന്ന സർക്കാരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ ഇപ്പോൾ പുറകിൽ നിന്ന് കുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, വലിയഴിക്കൽ പാലത്തിന്, ആറാട്ടുപുഴയിലെ വലിയഴിക്കൽ പാലത്തിന് പേര് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രിഡ്ജസ്, PWD റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി അന്വേഷണം നടത്തി എല്ലാ ചട്ടപ്പടി പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. അതിനുശേഷം ആറാട്ടുപുഴ പഞ്ചായത്തിലേക്ക് അന്വേഷിച്ചു, ഈ പേര് കൊടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അതേപോലെ ആലപ്പാട് പഞ്ചായത്ത്, 2 പഞ്ചായത്തിലായിട്ടാണ് പാലം നിൽക്കുന്നത്. ആലപ്പാട് പഞ്ചായത്തിൽ അന്വേഷിച്ചു, ഈ പേര് കൊടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഇവരെല്ലാവരും പറഞ്ഞു, പഞ്ചായത്ത് രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾക്ക് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പേര് ഈ നാമകരണം ഈ പാലത്തിന് കൊടുക്കുന്ന ഞങ്ങൾ സന്തോഷം മാത്രമേ ഉള്ളൂ. 2 പഞ്ചായത്തും പറഞ്ഞു. ആ പേപ്പർ ഇവിടെ വെച്ചിട്ടുണ്ട്. 1.5 വർഷത്തിന് മുമ്പ് അനുമതിക്ക് വേണ്ടി സർക്കാരിലേക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഇന്നും അതിനൊന്നും ഒരു നടപടിയുമായിട്ടില്ല. പിണറായി സർക്കാരിന് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കാര്യം, ചരിത്രത്തെ സ്നേഹിക്കുന്ന, സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം നിഷ്പക്ഷമതികളായിട്ടുള്ള ആൾക്കാർ ഇന്നുണ്ട്. ഇത് അദ്ദേഹത്തിനോട് കാണിച്ചിരിക്കുന്ന ഈ ചതിക്ക് നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ ഇലക്ഷനൊക്കെയല്ലേ വരാൻ പോകുന്നത്, അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വരും എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. കാര്യം, ഇതൊരു വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ജനങ്ങളിൽ എത്തിക്കണം. സഹകരണമാണ് ഇത് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വളരെ ശക്തമായ രീതിയിൽ ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മ്യൂസിയം ജംഗ്ഷനിലെ സ്ഥലം സംബന്ധിച്ച സർക്കാർ അട്ടിമറി നീക്കം സമാനതകളില്ലാത്തതാണ്. മ്യൂസിയം ജംഗ്ഷനിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയും സാമൂഹ്യ നവോത്ഥാന നായകരുടെ പ്രതിമകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് സമീപമുള്ള ഭൂമിയിൽ വേലായുധ പണിക്കരുടെ പ്രതിമ സ്ഥാപിക്കുന്നതിന് സാമൂഹിക മുന്നേറ്റ മുന്നണി സ്ഥലം കണ്ടെത്തി നൽകി. ഈ നടപടിക്ക് ആവശ്യമായ ചട്ടപ്രകാരം രേഖകളും നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അന്തിമഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ സർക്കാർ അവസാന നിമിഷം തിരിമറി നടത്തിക്കൊണ്ട് ആ സ്ഥലം മറ്റൊരു സർക്കാർ സ്ഥാപനത്തിന് ബിൽഡിംഗ് നിർമ്മാണത്തിനായി വിട്ടുകൊടുക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ്.
ഈ സ്ഥലം ഒരു കാരണവശാലും ബിൽഡിംഗ് നിർമ്മിക്കാൻ അനുയോജ്യമല്ലാത്തതും അവിടെ ബിൽഡിംഗ് പണിയാൻ പെർമിറ്റ് ലഭിക്കാൻ സാധ്യതയില്ലാത്തതുമാണ്. ഇതറിഞ്ഞിട്ടും ബിൽഡിംഗ് നിർമ്മാണം എന്ന പേരിൽ ഭൂമി മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത് വേലായുധ പണിക്കർ പ്രതിമ അവിടെ വരരുത് എന്ന ഉദ്ദേശത്തോടെയാണെന്ന് സാമൂഹിക മുന്നേറ്റ മുന്നണി വിലയിരുത്തുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും തെളിവുകളും സാമൂഹിക മുന്നേറ്റ മുന്നണി സമർപ്പിക്കുന്നതാണ്. വേലായുധ പണിക്കരുടെ ചരിത്ര പൈതൃക സംരക്ഷണത്തിനായി 4 വർഷം മുമ്പ് സാമൂഹിക മുന്നേറ്റ മുന്നണി താഴെ പറയുന്ന 5 നിർദ്ദേശങ്ങൾ കേരള സർക്കാരിന് ഔദ്യോഗികമായി സമർപ്പിച്ചിരുന്നു. ഇത് ആറാട്ടുപുഴ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒപ്പുശേഖരണത്തോടെയും ജനപ്രതിനിധികളുടെ പിന്തുണയോടെയും നടത്തിയ ജനകീയ നീക്കമായിരുന്നു. ആറാട്ടുപുഴയിൽ സ്ഥിതി ചെയ്യുന്ന വേലായുധ പണിക്കരുടെ തറവാട് സംരക്ഷിച്ച് ചരിത്ര സ്മാരകമായി പ്രഖ്യാപിക്കുക. വേലായുധ പണിക്കർ സ്ഥാപിച്ച ചരിത്ര പ്രസിദ്ധമായ വിദ്യാഭ്യാസ കളരിയിൽ ഇന്ന് നിലനിൽക്കുന്ന സർക്കാർ സ്കൂളിന് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പേര് നൽകുക. സംസ്ഥാന സ്കൂൾ പാഠ്യപദ്ധതിയിൽ വേലായുധ പണിക്കരുടെ ജീവിതവും സംഭാവനകളും ഉൾപ്പെടുത്തുക. ആറാട്ടുപുഴ പാലത്തിന് അഥവാ വലിയ ഴീക്കൽ പാലം വേലായുധ പണിക്കരുടെ പേര് നൽകുക. തിരുവനന്തപുരം വേലായുധ പണിക്കർ സ്മാരകവും പഠന ഗവേഷണ കേന്ദ്രവും ആരംഭിക്കാൻ സ്ഥലം അനുവദിക്കുക. സർക്കാർ ഈ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ബന്ധപ്പെട്ട വകുപ്പുകളിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരൊറ്റ നിർദ്ദേശത്തിലും അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. വകുപ്പുകൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടും സർക്കാർ അനുമതിയില്ലെന്ന് പറഞ്ഞ് തടയുന്നു. ഈ വിഷയത്തിൽ നിരവധി വകുപ്പുകൾ നടപടി സ്വീകരിച്ച് മുന്നോട്ടു പോയിട്ടുണ്ടെങ്കിലും സർക്കാർ അനുമതി ലഭിച്ചിട്ടില്ല എന്ന പേരിൽ ഫയലുകൾ നാളിതുവരെയും തടഞ്ഞുവെക്കുകയാണ്. ഉദാഹരണമായി പാലത്തിന് പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടി PWD ബ്രിഡ്ജസ് വിഭാഗം പരിശോധിച്ച് യോഗ്യത കണ്ടെത്തി റിപ്പോർട്ട് നൽകിയിട്ടും സർക്കാർ തലത്തിൽ 1.5 വർഷമായി യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഇത് വെറും വൈകിപ്പിക്കലല്ല, വേലായുധ പണിക്കരുടെ ചരിത്ര പൈതൃകത്തെ അനാവശ്യമായി മാറ്റി നിർത്തുന്ന നിലപാടാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. സാമൂഹിക മുന്നേറ്റ മുന്നണി കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് വേലായുധ പണിക്കർ പ്രതിമ സ്ഥാപിക്കാൻ കണ്ടെത്തിയ ഭൂമി മറ്റൊരു സർക്കാർ സ്ഥാപനത്തിന് നൽകാനുള്ള നീക്കം ഉടൻ അവസാനിപ്പിക്കുക. വേലായുധ പണിക്കർ പ്രതിമ സ്ഥാപിക്കൽ സംബന്ധിച്ച സർക്കാർ ഉത്തരവ് അടിയന്തരമായി പുറത്തിറക്കുക. 4 വർഷം മുൻപ് സമർപ്പിച്ച 5 നിർദ്ദേശങ്ങളിൽ സമയപരിധിയോടെ നടപടി സ്വീകരിക്കുക. ഈ വിഷയത്തിൽ നടന്ന ഭൂമി കൈമാറ്റം, ശുപാർശ, ഫയൽ നീക്കം എന്നിവയുടെ രേഖകൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നുവയ്ക്കുക. വേലായുധ പണിക്കർ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ അഭിമാനവും മനസാക്ഷിയുമാണ്. അദ്ദേഹത്തിന്റെ പേരിനോടും ചരിത്ര പൈതൃകത്തോടും സർക്കാർ കാണിക്കുന്ന അവഗണന കേരളം ക്ഷമിക്കില്ല. ഈ അനീതി തുടർന്നാൽ സാമൂഹിക മുന്നേറ്റ മുന്നണി നിയമപരമായും ജനാധിപത്യപരമായും ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുമെന്നും അറിയിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.